ഇപ്പൊ വിയും മെറിൻ ആ പേര് കേട്ട ഉടനെ അവൾ ഓഫീസിൽ വിളിച്ചോണ്ട് സംസാരിക്കും. നിന്റെ CV ഒക്കെ നോക്കിയിട്ട് നീ ഒരു ടോപ്പ് സ്റ്റുഡന്റ് ആണെന്ന് തോന്നല്ല, പക്ഷെ അതിലൊന്നും കാര്യമില്ല. അതുകൊണ്ട് അതല്ലാതെ നിന്നെ കുറിച്ച് എന്തേലും ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. എന്തുകൊണ്ട് ഞാൻ നിനക്ക് ഇവിടെ ജോലി തരണം? ക്ലാസ്സിൽ ഫസ്റ്റ് ആയെന്ന് പറഞ്ഞ് എനിക്കൊന്നും നിനക്ക് ജോലി തരാൻ പറ്റത്തില്ല. എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, എങ്കിൽ പിന്നെ ഞാൻ എന്നെ കുറിച്ച് പറയാം. എനിക്ക് നല്ല മെമ്മറി ഉണ്ട്, അതുകൊണ്ട് എത്ര വലിയ കാര്യമായാലും അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം വരുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഈ ജോലി കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. എന്നിട്ട് അവള് പറഞ്ഞ ഉടനെ അവന് ഇത് കേട്ടിട്ട്, ഓക്കെ എന്തും ചെയ്യല്ലേ, എങ്കിൽ പിന്നെ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടോ, കാരണം ഈ നിന്നെ കാണാൻ ഒരു ഓൾഡ് ലേഡിയെ പോലെ തോന്നുന്നു. അതെനിക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു. നോൺ, നീ ഇവളെ വിളിച്ചോണ്ടായി ഈ കാലത്ത് പെമ്പിളാരിടുന്ന പോലെ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചോട്, ഇവളതൊക്കെ കണ്ടുപോലും കാണത്തില്ല. എന്നിട്ട് അവനും പറഞ്ഞ ഉടനെ ഇത് കേട്ട് അവളും ദേഷ്യത്തി, നീ ഇതൊരു സാധാരണ ഡ്രസ്സായിട്ടേ കാണുന്നുള്ളൂ, പക്ഷെ ഇതെനിക്ക് എത്ര വിലപ്പെട്ട സാധനം അറിയാം, എനിക്കിത് ഇമോഷനാ, ഞാനിന്ന് ചേഞ്ച് ചെയ്യത്തില്ല. എന്നിട്ട് അവളും തർക്കിക്കുമ്പോഴാണ് ഇത് കേട്ട് അവനും, നീ എന്നോട് എന്തും ചെയ്യുന്നല്ലേ പറഞ്ഞ, ഇതെന്റെ കമ്പനിയാ, ഇവിടുത്തെ റൂൾസ് ഒക്കെ ഞാനാ സെറ്റ് ചെയ്യുന്നത്. നിനക്ക് ഒരു പക്ഷെ ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിനക്ക് ഇവിടെ നിന്ന് പോവാം. എന്നിട്ട് അവനും പറഞ്ഞ ഉടനെ അവള് സൈലന്റ് ആകും. അപ്പോഴാണ് അവന് ഫയൽ എടുത്തിട്ട്, പിന്നെ നാളെ തന്നെ വർക്കിന് ഒന്നാണ്, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നീ നാളെ തൊട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ നിന്നെ സെക്രട്ടറി ആയിട്ട് ഹയർ ചെയ്യത്തില്ല. എന്നിട്ട് അവനും കൊടുക്കുമ്പോഴാണ് അവളത് വായിച്ചു നോക്കിയിട്ട്, അയ്യോ ഇത്ര ഉള്ള, ഞാൻ വിചാരിച്ചു ഇനി കുറെ ജോലി കാണുമെന്ന്. എന്നിട്ട് അവളാക്കുമ്പോഴാണ് അവിടേക്ക് നോണും വന്നിട്ട്, മെറിൻ തൽക്കാലം ഇത്രേ ഉള്ളു, നീ ഇത് പതിയെ മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് അവനും പറയുമ്പോഴാണ് വീയും ദേഷ്യത്തി, എടാ അവളായിട്ടൊക്കെ എന്തിനാ സംസാരിക്കുന്നത്, ഇത് നമ്മളെ പോലെ ഒന്നല്ല, ഇത് വേറെ കേസാ, ഇന്നാ നീ ചോദിച്ച പോലെ കുറെ വർക്ക് തന്നിട്ടുണ്ട്, ഇപ്പൊ സമാനായ മോൾക്ക്. എന്നിട്ട് അവനും കൊടുത്തോടെ അവളും മൊത്തത്തിൽ ഞെട്ടിപ്പോവും. അപ്പനാണ് അവനവളെ കളിയാക്കി, മിസ് ടോപ്പ് സ്റ്റുഡന്റ്, ഇതൊക്കെ നാളെ തന്നെ പഠിച്ചോണ്ടിരണം, എന്നാലേ ഈ വർക്കിനെ കുറിച്ച് വല്ലതും പിടികിട്ടത്തുള്ളൂ. അതിന്റെ കൂടെ തന്നെ ഫാഷനെ കുറിച്ച് കുറച്ചെങ്കിലും പഠിക്കണം, കാരണം നിന്റെ ഫാഷൻ കുറച്ചല്ല കുറെ ഓൾഡാ, ഇപ്പോഴും നീ ഈ ജനറേഷനിലോട്ട് വന്നിട്ടില്ല. എന്നിട്ട് അവനും പറഞ്ഞ ഉടനെ അവളും തിരിച്ചൊന്നും പറയാതെ ആ ഫയൽസ് എല്ലാം എടുത്തോണ്ട് അവിടെ നിന്ന് പോവും. ഇത് കണ്ട് നോനും, നീ എന്തുവാടാ ഇങ്ങനെയെന്ന് പറഞ്ഞ് അവനിങ്ങനെ റിയാക്ഷൻ കൊടുത്തോണ്ടിരിക്കും. അപ്പനാണ് വീയും ദേഷ്യത്തി, ഇവളിവിടെ ഇന്റർവ്യൂവിന് ഒന്നേയല്ല, എന്നിട്ട് തന്റെ ബോസിനോട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഞാൻ ഇതുവരെ അങ്ങനെ ആരും കണ്ടിട്ടില്ല, ഇപ്പൊ എല്ലാരും എന്നെ മോശമായിട്ട് വിചാരിക്കുന്നു, അല്ല ഇവളുടെ തെറ്റ, സത്യത്തിൽ ഞാൻ കുറച്ച് ഓവറായിട്ട് പോയാ, ഒരു ബോസ് ചെയ്യുന്ന കാര്യമല്ലേ ഞാനും ചെയ്തത്. എന്നിട്ട് അവന് തന്നെ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവളും നോണിന്റെ കൂടെ പുറത്തേക്ക് പോകുമ്പോഴാണ് അവളും പറയുന്നത്, ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് നിങ്ങളെ കണ്ട് സ്മൈൽ ചെയ്തിട്ട് പോകുന്നില്ല, ഞാൻ വിചാരിക്കുന്നത് നിങ്ങളാ സമാധാനമായിട്ടുള്ള ബോസ് എന്ന്. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും ചിരിച്ചിട്ട്, പ്ലീസ് എന്നെ കുറിച്ച് അങ്ങനെ തെറ്റിരിക്കല്, എനിക്ക് ദേഷ്യം വന്ന ഞാൻ ആ വിയേക്കാളും മോശം, ഇനി നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആണോ? എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, എനിക്കൊന്നും ഹെൽപ്പ് വേണ്ട, ഇത് എന്റെ ജോബല്ലേ, അതുകൊണ്ട് ഇത് ഫുള്ള് ഞാൻ വേണം ചെയ്ത് തീർക്കാൻ. എന്നിട്ട് അവളും പറയുമ്പോഴാണ് അവിടേക്ക് അവന്റെ സെക്രട്ടറി വന്നിട്ട്, മിസ്റ്റർ നോൺ നമ്മുടെ ബോസ് ഇനി ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്യുക, ബാക്കിയെല്ലാവരോട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, സോറി അവർക്ക് ഇനി ചാൻസ് കിട്ടും തോന്നില്ല, കാരണം ഇവളാണ് മീറിൻ, പുതിയതായിട്ട് നമ്മുടെ ബോസ് അപ്പോയിന്റ് ചെയ്ത സെക്രട്ടറി. എന്നിട്ട് അവൻ പറഞ്ഞോടെ അവൾ ഷോക്കായി, എന്തുവാ ഇവളതിന് മുമ്പ് സെലക്ട് ചെയ്തോ, എങ്കിൽ പിന്നെ മോളെ നീ എത്ര ദിവസം പിടിച്ചിരിക്കും. എന്നിട്ട് അവള് തിരിച്ചോണ്ട് ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് മീറിനും, അയ്യോ പേടിക്കണ്ട ഞാൻ കുറെ വർഷം ഇവിടെ കാണും. എന്നിട്ട് അവള് റിപ്ലൈ കൊടുക്കും. അപ്പോഴാണ് അവനും, പിന്നെ മീറിൻ ഞാൻ ഇതാരാന്ന് പരിചയപ്പെടുത്താം, ഇതാ എന്റെ സെക്രട്ടറി, നിനക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ട് ഇവളോട് ചോദിച്ചാൽ മതി, എങ്കിൽ പിന്നെ ഈ ഫയൽസ് ഒക്കെ നീ ഒന്ന് എന്റെ കാറിൽ ചെന്ന് നിൽക്കുക, എനിക്ക് ഒരാളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ മൊത്തത്തിൽ മാറ്റിയെടുക്കാനുണ്ട്. എന്നിട്ട് അവനും മീറിനും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവളും താല്പര്യമില്ലാതെ അവന്റെ കൂടെ ഇങ്ങനെ നടന്നു വരുന്നത്. ഇത് കണ്ട് അവനും, മീറിൻ നിനക്കറിയോ അപ്പിയറൻസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ നീ ഒരു ബുക്ക് തന്നെ എടുത്തോ, ആ ബുക്കിനകത്ത് ഫുള്ള് നല്ല കഥയായിരിക്കും, പക്ഷെ അതിന്റെ കവർ മാത്രം പൊടിയടിച്ചു പോയി കാണാൻ കൊള്ളാത്ത രീതി വെച്ച ആ ബുക്ക് ആരെയൊക്കെ ചൂസ് ചെയ്യോ? ഇല്ല, അതേപോലെ പലരും മനുഷ്യരെ ഒരു അപ്പിയറൻസ് വെച്ച് വിലയിരുത്തുന്നത്, അല്ലേ മിസ് നീറ ഓപ്പൺ. ഏതിന് അവൻ ആ പേര് പറഞ്ഞ ഉടനെ അവളിങ്ങനെ ഷോക്കായി നോക്കും. അപ്പോഴാണ് അവനും ചോദിക്കുന്നത്, മീറിൻ നിന്റെ പേര് മീർ എന്നല്ലേ, എന്തിനാ നീ നീറ ഓപ്പൺ എന്ന് പറഞ്ഞ് ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ നിന്റെ പേര് മാറ്റിയ, അതിനെന്തേലൊക്കെ റീസൺ ഉണ്ടോ? ഏതിന് അവനും ചോദിക്കുമ്പോഴാണ് അവളും കുറച്ച് ടെൻഷനായിട്ട് അവൻ ഉത്തരം പറയും, അതെന്റെ അമ്മയാ പറഞ്ഞ, നീറ ഓമ്പ് എന്ന് പറഞ്ഞ എന്റെ പേര് മാറ്റി ഞാൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ജോലി കിട്ടുന്ന അമ്മ പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പേര് മാറ്റിയത്. ഏതിന് അവൾ പറയുമ്പോഴാണ് അവനും, എന്നാലും ആ പേര് തന്നെ വയ്ക്കണമെന്ന് എങ്ങനെ തോന്നി, അതങ്ങനെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന പേരൊന്നുമല്ലല്ലോ. ഏതിന് അവന് വീണ്ടും ചോദ്യം ചെയ്യുമ്പോഴാണ് അവൾ എന്തോ പറയുന്നറിയാതെ, അതെന്റെ അമ്മയുടെ ഫ്രണ്ടിന്റെ പേര് അങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ ആ പേര് അപ്ലൈ ചെയ്ത്, അല്ലാതെ വേറെ റീസൺ ഒന്നുമില്ല. ഏതിന് അവളും പറയുമ്പോഴാണ് അവനും സ്മൈൽ ചെയ്തിട്ട്, എങ്കിൽ പിന്നെ മിസ് നീരോമ്പൻ നമുക്ക് ആദ്യം കുറച്ച് ഡ്രസ്സ് ചൂസ് ചെയ്യാം. എന്നിട്ട് അവനും പോകുമ്പോഴാണ് അവളിങ്ങനെ ടെൻഷനായിരിക്കും, കാരണം ഈ പേര് വീട് അമ്മയുടെ പേരാണ്, അതുകൊണ്ടാണ് ഇവളുടെ CV കണ്ടിട്ട് അവൻ ഇവളെ സെലക്ട് ചെയ്തത്. അതിനുശേഷം അവൻ അവളെ വിളിച്ചോണ്ടായി കുറെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിക്കും. അങ്ങനെ അവനും അവളെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞയക്കും.
അപ്പോഴാണ് അമ്മ ഇവിടെ വരുന്ന കണ്ടിട്ട് റിൻ എന്തോ നിന്റെ മുടിക്ക് നിന്റെ കണ്ണാടിയൊക്കെ അവിടെ പോയി. എന്നിന് അമ്മ വയ്ക്കുമ്പോഴാണ് അവളും ഓ അമ്മ എന്റെ ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ മാറ്റി, പിന്നെ ഞാൻ ഷോപ്പിങ്ങിന് പോയതുകൊണ്ട് ലേറ്റായ. എന്നിന് അവൾ അറിയുമ്പോഴാണ് അമ്മയും ഞെട്ടിപ്പോയി. എന്തുവാ നീ ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്നോ, ഇതിനൊക്കെ പൈസ തരും. എന്നിന് അമ്മ മേടിക്കുമ്പോഴാണ് അവളും പറയുന്നത് അമ്മ ഇതൊന്നും എന്റെ പൈസ അല്ല, കമ്പനിയിൽ നിന്ന് ചെലവാക്കിയതാ, എന്റെ ഗെറ്റപ്പ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യണം. എന്നിന് അവൾ അറിയുമ്പോഴാണ് അമ്മ മൊത്തത്തിൽ ഡബിൾ ഷോക്ക് ആകും. അപ്പൊ നിന്നെ കമ്പനിക്ക് സെലക്ട് ചെയ്തോ എന്നിന് അവര് ഡൗട്ടി ചോദിക്കുമ്പോഴാണ് അവള് സന്തോഷത്തി അമ്മ എന്നെ ചൂസ് ചെയ്ത് നാളെ തൊട്ട് ഞാൻ വർക്കിന് പോവാ. എന്നിന് അവരുടെ സന്തോഷത്തി തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് അമ്മൂമ്മയും വന്നിട്ട് എന്തോ ഇവിടെ രണ്ടുപേരും സംസാരിക്കുന്ന. എന്നിന് അവരടുത്തേക്ക് വരുമ്പോഴാണ് അവളും ജോലി കിട്ടിയ കാര്യം പറഞ്ഞ് ഇവർ മൂന്നുപേരും കൂടെ ഇങ്ങനെ ഹഗ് ചെയ്യും. അമ്മൂമ്മ നിങ്ങളെന്ന് ലക്കി ഡ്രസ്സ് പറഞ്ഞ് എനിക്ക് ജോലി കിട്ടിയ, ഇനി നിങ്ങൾ രണ്ടുപേരും രാവിലെ തൊട്ട് രാത്രി വരെ കേക്ക് ഉണ്ടാക്കി കഷ്ടപ്പെടണ്ട, ഞാൻ നോക്കിക്കോളാം നിങ്ങൾ രണ്ടുപേരും. എന്നിന് അവരെല്ലാം സന്തോഷത്തിരിക്കും. അതിനുശേഷം അമ്മയും അമ്മൂമ്മയും കടന്നതിന് ശേഷം ഇവള് മാത്രം രാത്രി തൊട്ട് രാവിലെ വരെ ഉറങ്ങാതെ അവൻ തന്നെ എല്ലാ ഫയൽസ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് രാവിലെ അമ്മയും പുറത്തേക്കൊന്ന് നോക്കുമ്പോൾ ഇവളും ഉറങ്ങാതെ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് അമ്മയും ഷോക്കായി എടി നീ രാത്രി ഫുൾ ഉറങ്ങിയില്ല അപ്പം വച്ചിട്ട് പോയി കിടക്കടി. എന്നിന് അമ്മ പറയുമ്പോഴാണ് അവളും അമ്മ ഇതെനിക്ക് ഫുള്ളും പഠിച്ചോണ്ടാണ്, ഞാനിപ്പോ ഇത് തീർത്ത്, നമ്മൾക്ക് ഇന്ന് എത്ര ഓർഡർ വന്നേക്കുന്നത്. എന്നിന് അവള് ചോദിക്കുമ്പോഴാണ് അമ്മയും ഒരു 40 കേക്ക് ഉണ്ടാക്കണം, മോള് പോയി കടന്നോ, ഇനി കുറച്ച് സമയം കൂടെ ഉള്ളു കമ്പനി പോകാൻ. എന്നിന് അമ്മ പറയുമ്പോഴാണ് അവളും അമ്മ ഞാനിന്ന് ടയേർഡല്ല, ഞാൻ നിങ്ങളെ സഹായിക്കാം, അമ്മമ്മ കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ. എന്നിന് അവളും പെട്ടെന്ന് അമ്മയുടെ ജോലിയും കൂടെ ഏറ്റെടുത്ത് ചെയ്യും. അതിനുശേഷം അവളും ജോലിക്ക് പോകുമ്പോഴാണ് നോണും അവന്റെ സെക്രട്ടറിയും കൂടെ ഇവളുടെ ഗെറ്റപ്പ് കണ്ട് അവരിങ്ങനെ ഷോക്കായി നോക്കും. അപ്പോഴാണ് അവളിങ്ങനെ ആ ഡ്രസ്സ് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്ത് അടുത്തേക്ക് വരുമ്പം അവനും പറയും മെറിൻ ഈ ഡ്രസ് നിനക്ക് നല്ലോണം ചേരുന്നു, നീ ധൈര്യമായിട്ട് പോയിക്കോ, നിന്റെ ബോസിന് മിക്കവാറും ഇത് ഇഷ്ടപ്പെടും. എന്നിന് അവനും പറഞ്ഞ ഉടനെ അവളും കോൺഫിഡൻസ് ആയിട്ട് മുകളിലേക്ക് കയറി പോകും. അപ്പോഴാണ് അവന്റെ സെക്രട്ടറി അവനോട് ബോസ് നിങ്ങൾ എന്തിനാ ഇവളെ മാത്രം കുറെ സപ്പോർട്ട് ചെയ്യുന്നത്, പോരാതെ നമ്മുടെ ബോസിന് ഇവളുടെ ടൈപ്പ് ഒന്നും ഇഷ്ടമല്ലല്ലോ. എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യാൻ കാരണം ഇതുവരെ ഞാൻ അവന് വേണ്ടി നോക്കിയ സെക്രട്ടറിയിൽ ഇവളെ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നി, പോരാതെ അവളുടെ ആ പേര് തന്നെ മതി അവൻ അവളെ സെക്രട്ടറി ആയിട്ട് ചൂസ് ചെയ്യാൻ. എന്നിന് ഇവരെ സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം അവളും അവൻ തന്ന ഫയൽസ് ഒക്കെ ക്ലിയർ ആയിട്ട് പഠിച്ച് അകത്തേക്ക് കയറുമ്പോഴാണ് അവൻ ഇവളെ കണ്ട് പതി ഇങ്ങനെ അടുത്തേക്ക് വരും. ഓ ഇത് ഞാൻ കണ്ട മീറിൻ തന്നെയാണോ, ആദ്യം നിന്റെ അടുത്തിരുന്ന് എനിക്ക് ഒരു ചന്തയെ പോകുന്ന സ്മെല്ല് അടിച്ച്, പക്ഷെ ഇപ്പൊ എന്തോ വെറൈറ്റി ആയിട്ട് സ്മെല്ല് അടിക്കുന്നില്ല. എന്നിന് അവൻ അടുത്തേക്ക് വന്ന് ഇങ്ങനെ മണപ്പിച്ചോണ്ടിരിക്കും. ഇത് കണ്ട് അവളും ടെൻഷൻ ആയിരിക്കുമ്പോഴാണ് അവനും പെട്ടെന്ന് പറയുന്നത് ഓക്കെ എങ്കിൽ പിന്നെ നമുക്ക് ജോലി തുടങ്ങാം, ആദ്യം നീ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി ഹോട്ടായിട്ട് ഒരു ചോക്ലേറ്റ് കോഫി ഉണ്ടായിക്കൊണ്ടോ. എന്നിന് അവനും പറഞ്ഞോടെ അവൾ ഇതാണ് ജോലി എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കും. അപ്പോഴാണ് അവനും ഞാൻ ഫയലിനകത്ത് എഴുതിയായിരുന്നല്ലോ, നീ അതൊന്നും പഠിച്ചില്ലപ്പോ. എന്നിന് അവനും ചോദിക്കുമ്പോൾ അവള് വേറെ വഴിയില്ലാതെ അവന് വേണ്ടി കോഫി ഉണ്ടാക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവൻ പറഞ്ഞ രീതിക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അവിടെ ഇല്ലാത്തോണ്ട് അവള് നേരെ അവനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇവള് വീണ്ടും വന്നുകൊണ്ട് അവനും ചോദിക്കും എന്തോ പറ്റി, ഇനി നിനക്ക് ചോക്ലേറ്റ് കോഫി എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് അറിയത്തില്ലെന്ന് മാത്രം പറയില്ല, അങ്ങനെയാണ് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോയിക്കോ. എന്നിന് അവനും പറയുമ്പോഴാണ് അവളും തിരിച്ചു പറയും ഞാൻ അതിന് വേണ്ടിയില്ല വന്നേക്കുന്നത്, മിസ്റ്റർ വി പറഞ്ഞ പോലെ ഹോട്ട് ചോക്ലേറ്റ് കോഫി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ സാധനങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പോകും, അത് പറയാൻ വന്നേ. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും എന്തോ കോഫി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്റെ ഇല്ലെന്നാ, എങ്കിൽ ശരി നീ പുറത്തുനിന്ന് അങ്ങനെ എന്തോ വാങ്ങിച്ച് ആ കോഫി ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലെ ആ കോഫി ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പുറത്താക്കും, കാരണം ഇതുവരെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ആരും ചോക്ലേറ്റ് കോഫി ഉണ്ടായി തന്നിട്ടില്ല. എന്നിന് അവനും പറഞ്ഞു വിടുമ്പോഴാണ് അവളും രണ്ടിലൊന്നും നോക്കാന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടി ആ കോഫി റെഡി ആയിക്കൊണ്ടേ കൊടുക്കും. അപ്പോഴാണ് അവനത് കാണുമ്പോൾ തന്നെ അവന്റെ അമ്മയുടെ ഓർമ്മ വരും, കാരണം ഇതേപോലെയാണ് അവന്റെ അമ്മയും അവന് ചോക്ലേറ്റ് കോഫി എന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്, അത് അവന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതിനുശേഷം അവനെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതേ സെയിം ടേസ്റ്റ്. ഇതോടെ അവന് മൊത്തത്തിൽ ഇമോഷണൽ ആയിരിക്കുമ്പോഴാണ് അവളും പണി കഴിഞ്ഞെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കും. അപ്പോഴാണ് ഇവനും പെട്ടെന്ന് അവള് തിരിച്ചു വിളിക്കുന്നത് ഒരു സെക്കൻഡ്. എന്നിന് അവളെ വിളിച്ചു നിർത്തിയിട്ട് ആ കോഫി ഗ്യാപ്പ് ഇടാതെ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും. ഇതൊക്കെ കണ്ട് അവളും ചിരിക്കും. അപ്പോഴാണ് അവള് നോക്കുന്നുണ്ട് അവന് കോഫി തറ വെച്ചിട്ട് അവളുടെ അടുത്തേക്ക് വരും. നീ എവിടെ നീ കോഫി ഉണ്ടാക്കാൻ പഠിച്ച? എന്നിന് അവൻ ചോദിച്ചോടെ അവളും അയ്യോ ഇത് പഠിക്കാൻ വല്ല കോഴ്സ് എടുക്കണം. എന്നിന് അവള് പറയുമ്പോഴാണ് അവനും സോറി ഇത് വളിപ്പ, വേറെ എന്തേലും പറ. നിനക്കറിയാവോ ഞാൻ ഇതുവരെ 58 സെക്രട്ടറിയെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരും ഇതുവരെ ഇങ്ങനത്തെ ചോക്ലേറ്റ് കോഫി ഉണ്ടാക്കിയിട്ടേ ഇല്ല. നീ വേണേ വിചാരിക്കും സെക്രട്ടറിമാർ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുമെന്ന്, അതുകൊണ്ടാണ് ഞാൻ കുറെ ചെഫിനെ അപ്പോയിന്റ് ചെയ്ത്, പക്ഷെ അവരാരും നീ ഉണ്ടാക്കിയ പോലെ ആ ടേസ്റ്റ് വന്നില്ല. ഞാൻ ഈ ചോക്ലേറ്റ് കോഫിക്ക് വേണ്ടി പോകാത്ത സ്ഥലമില്ല, ഈ ലോകത്ത് എവിടേക്കാണോ ചോക്ലേറ്റ് കോഫി ഫേമസ് ആയിട്ടുള്ള അവിടെ എല്ലാം പോയി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും നിന്റെ അത്രയും വന്നില്ല. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും അതിനിപ്പോ ഞാൻ എന്തോ ചെയ്യണ്ട, അവർക്കൊക്കെ പോയി പഠിപ്പിച്ചെടുക്കണം. ഞാൻ പറയാൻ വരുന്ന പോയിന്റ് എന്തുവാന്ന് നിനക്ക് മനസ്സിലായില്ലെന്നാ തോന്നുന്നു. നീ എന്നോട് എന്തോ പറഞ്ഞ ചോക്ലേറ്റ് കോഫി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ സാധനങ്ങളില്ലെന്ന്, അതുകൊണ്ട് നീ പുറത്തേക്ക് ചെന്ന് ഷോപ്പിംഗ് ചെയ്ത്, അപ്പൊ നീ എന്തോ സ്പെഷ്യലായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തില്ല, സത്യം പറ നീ എവിടെ നിന്ന് ഇത് ഉണ്ടാക്കാൻ പഠിച്ച? എന്നിന് അവൻ ജോയിൻ ചെയ്യുമ്പോഴാണ് അവളും പറയുന്നത് എനിക്ക് എന്റെ അമ്മയെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്ന്, പക്ഷെ അവരെവിടെ നിന്ന് പഠിച്ചെന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ ഡീൽ ചെയ്ത പോലെ ഇനി സെക്രട്ടറി ജോലി എനിക്കാ. ഇപ്പൊ ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ ജോലിക്ക് ഇവിടെ സെക്യൂരിറ്റി കാണത്തില്ല, അതുകൊണ്ട് ഇത് തന്നെ ഒരു ആയുധമായിട്ട് യൂസ് ചെയ്ത് ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്യാൻ പോവാ. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും ദേഷ്യത്തി എങ്കിൽ പിന്നെ ഞാൻ നിനക്ക് ഓർഡർ ചെയ്യാൻ പോവാ, നീ എങ്ങനെ ചോക്ലേറ്റ് കോഫി ഉണ്ടാക്കുന്നതെന്ന് ഇവിടുത്തെ ചെഫിനൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും ഇല്ല ഞാൻ ആർക്കും അത് പറഞ്ഞു കൊടുക്കത്തില്ല, അതുകൊണ്ട് അത് മാത്രം എന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കല്. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും ഓക്കെ എങ്കിൽ പിന്നെ ഡീലിന് വരാം, നിനക്ക് എത്ര വേണ്ട? ഈ ചോക്ലേറ്റ് കോഫി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നീ എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടി നിനക്ക്
കോടികളുടെ ആവശ്യമുണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഈ ജോലി മതി, കാരണം എനിക്ക് ജോലി ചെയ്യാനുള്ള ടാലന്റ് ഉണ്ട്. ഞാൻ ഈ ചോക്ലേറ്റ് കോഫി ഉണ്ടാക്കാനല്ല ഇവിടെ വന്നേക്കുന്നത്, ഇതിനേക്കാളും ഞാനൊരു ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, ഞാൻ നിന്നെ തെളിയിക്കും എന്ന് അവളും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് അവൻ വീണ്ടും അവൾ വിളിച്ചിരുത്തിയിട്ട് വഴക്കുണ്ടാക്കും. ഒരു ചോക്ലേറ്റ് കോഫി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് നീ വലിയ ആളൊന്നാകത്തില്ല, ഇനി നിന്നെ കുറെ ഇമ്പ്രൂവ്മെന്റ് വേണം എന്ന് അവൻ പറയുമ്പോഴാണ് അവളും മിസ്റ്റർ വി നിങ്ങൾ പറഞ്ഞ പോലെ ആ ഫയൽസ് മൊത്തത്തിൽ ഞാൻ പഠിച്ചു തീർത്ത്, അത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമായിരുന്നു അവൾ പറയുമ്പോഴാണ് അവനും ഓക്കെ നമുക്ക് നോക്കാം നീ എങ്ങനെ ജോലി ചെയ്യാൻ പോകുന്നതെന്ന്, കേട്ടോ ചോക്ലേറ്റ് കോഫി ഉണ്ടാക്കുന്ന മാഡം അവനാക്കുമ്പോഴാണ് അവളും ദേഷ്യത്തിൽ ഇങ്ങനത്തെ വായം കൊണ്ട് എങ്ങനെയാണോ സ്വീറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കോഫി ഒക്കെ കുടിക്കുന്നതെന്ന് അവളാക്കും. അപ്പോഴാണ് അവനും അവളെ വാൺ ചെയ്യുന്നത്, ദാ നോക്കിക്കോ എനിക്കൊരു ലിമിറ്റ് ഉണ്ട്, അതുകൊണ്ട് എന്നെ ബിഹേവ് ചെയ്ത് സംസാരിച്ചോണം, കൂടുതലൊന്നും നാക്കല്ലേ കേട്ടോ, എനിക്ക് ചെവി കേൾക്കാനൊക്കെ പറ്റും, അതിനേക്കാളും ബെറ്റർ ആയിട്ട് നല്ലോണം മണപ്പിക്കും, നിനക്ക് കോൺഫിഡൻസ് ഉണ്ടോ അല്ലെ നീ ഒരു ഉറക്കം തൂങ്ങിയാണെന്ന് ഞാൻ സ്മെല്ല് ചെയ്ത് തന്നെ കണ്ടുപിടിക്കും, മനസ്സിലായല്ലേ അവൻ പറഞ്ഞോടെ അവള് നിർത്താതെ വീണ് തർക്കിച്ചോണ്ടിരിക്കും. ആരും ഉറക്കം തൂങ്ങി, എനിക്ക് നല്ല സ്കിൽസ് ഉണ്ട്, അത് ഞാൻ കോൺഫിഡൻസാ അവള് പറയുമ്പോഴാണ് അവനും സമ്മതിച്ച് എങ്കിൽ പിന്നെ ഒരു കപ്പും കൂടെ ചോക്ലേറ്റ് കോഫി ഉണ്ടായിക്കൊണ്ടോ, കുടിച്ചതല്ലേ ഇപ്പൊ ഇറങ്ങിപ്പോയി, ഒരു നീ ഇപ്പൊ കൊണ്ടുവരാൻ വന്ന പഴയതുപോലെ ഇല്ലെങ്കിൽ എന്തോ ലക്കിന് നീ എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ഉണ്ടാക്കിയതായിരിക്കും, അപ്പൊ അറിയാം നമുക്ക് നിനക്ക് യഥാർത്ഥത്തിൽ സ്കില്ലുണ്ടോ അതോ ഇല്ലയോ എന്ന്, അത് മാത്രമല്ല ഞാൻ നിന്നെ ജോലിയൊന്നും പുറത്താക്കും അവനും പറഞ്ഞോടെ അവളും ദേഷ്യത്തി എങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യ് ഞാൻ പോയി ഉണ്ടാക്കിയിട്ട് തരാം അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.